കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും PSC LGS ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലുള്ളതാണെന്നും ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നല്ല ഒരു റാങ്കിലേക്ക് എത്താനുമായിട്ട് സാധിക്കും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു LGS പരീക്ഷയ്ക്ക് PSC കുറച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള അനുബന്ധ വിവരങ്ങളുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചു നേരം എന്റെ കൂടെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്കൊരു 10 മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അത് ഏത് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. 10 മാർക്ക് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക്, കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ടോപ്പിക്സുകൾ ഇതൊക്കെയാണ്: ഒരു പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും, പിന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് പഠിച്ചവർക്ക് നല്ലതുപോലെ അറിയാം. ഇനി പഠിക്കാനുള്ളവരാണെങ്കിൽ ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ 10 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയുന്നു. ഫെബ്രുവരി 12-ാം തീയതി കമ്പനി ബോർഡ് LGSന്റെ ഒരു സ്പെഷ്യൽ ബാച്ച്, എന്റെ ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊപ്പം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. അവിടെ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, PDF നോട്ട്, എക്സാംസ്, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്, റാങ്ക് ലിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്ത് മത്സരിച്ച് നമുക്ക് പഠിച്ച് നല്ല ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? എങ്ങനെയൊക്കെയാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് കേട്ടോണേ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കാം. ട്രൈ ചെയ്ത് നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം, ഇവയൊന്നുമല്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മൗലികാവകാശങ്ങൾ പഠിച്ചതിനകത്ത് പോകണം അല്ലെ, അതിന്റെ അവസാനത്തിലേക്ക് പോകണം അല്ലെ. സോ ഇതിന്റെ ആൻസർ നോക്കിയിട്ട് ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് ആൻസർ. എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇതിനകത്ത് വരുന്നില്ല. പക്ഷെ കുറെ പേര് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് കാണുന്നത് കൊണ്ട് തന്നെ, ടൈറ്റിലിൽ കാണുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതിനകത്ത് ഉൾപ്പെടുന്നതാണെന്ന് കരുതിയിട്ട് ബാക്കി ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പക്ഷേ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയ ഒരാൾ അത് തെറ്റിക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് തിരിച്ചു വന്നാലോ? നോക്കിക്കോളൂ. ആദ്യം തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ അങ്ങ് പഠിച്ചോളൂ. ഏതാണ്? ആർട്ടിക്കിൾ 29, 30 അതായത് നമ്മൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. അതിൽ 14 മുതൽ 32 വരെയാണ് മെയിൻ ആയിട്ടും അവകാശങ്ങൾ ഉൾപ്പെട്ട് വരുന്നത്. ബാക്കി ആർട്ടിക്കിൾസിലൊക്കെ ഇത് ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ ആർട്ടിക്കിൾ പഠിച്ചു വെച്ചിരിക്കണം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇനി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ആർട്ടിക്കിൾ ഏതാണ് മക്കളെ? 29ഉം 30ഉമാണ്. അങ്ങനെയെങ്കിൽ 29ലും 30ലും എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. 29ൽ പറയുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ ലിപി, അവരുടെ സംസ്കാരം തുടങ്ങിയവ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത്. മനസ്സിലായോ? ആർട്ടിക്കിൾ 29 എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ. അത് എങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാണ്? അതായത് ഭാഷ, ലിപി, സംസ്കാരം തുടങ്ങിയവ സംരക്ഷിക്കുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ ആരും കൊണ്ടുപോയി തെറ്റിക്കത്തില്ലെന്ന് എനിക്കറിയാം.
അത് ആർട്ടിക്കിൾ 29 അവിടെ ഇതൊന്ന് പറഞ്ഞേ, ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 29 എന്താ പറയുന്നത്? ന്യൂനപക്ഷം, മൈനോറിറ്റിയുടെ കാര്യമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30 എന്താണ് പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ്. അല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുള്ള അവകാശമല്ല പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അർത്ഥം വ്യത്യാസമാണ്, അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണേത്? ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസം ഒന്നിൽ എന്താ പറയുന്നത്? സാംസ്കാരികപരമായ കാര്യങ്ങളാണ്, അവരുടെ ഭാഷ, ലിപി, സംസ്കാരമൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശവും. 2 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അത് ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആ ബിയും സിയും നോക്കിക്കേ. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നതാണ്. അടുത്ത സിയിൽ എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ഉൾപ്പെട്ട് വരുന്നുണ്ട്. ഡിയിൽ എന്ത് പറയുന്നു? ഇവയൊന്നുമല്ല. നമുക്ക് ഇവയൊന്നുമല്ല എന്ന് എടുക്കാൻ പറ്റത്തില്ല, കാരണം ബിയും സിയും എവിടെ പറയുന്നതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിൽ പറയുന്നതാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഉത്തരം എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതിനകത്ത് ഉൾപ്പെടുന്നതല്ല. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോ ഇതിവിടെ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? ഒരു പൗരന്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ സിലബസിൽ തന്നിരിക്കുന്ന ആ ടോപ്പിക്ക് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ്. ആ മൗലിക അവകാശങ്ങൾ കൃത്യമായിട്ട് ഓരോ ആർട്ടിക്കിളും അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാമെന്ന് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നും മനസ്സിലായി. ക്ലിയർ അല്ലേ? കിട്ടിയല്ലോ? ഓക്കെ. അങ്ങനെയെങ്കിൽ ദാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരൂ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കൂ. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നോക്കൂ. പോറ്റി ശ്രീരാമലു, പിംഗലി വെങ്കയ്യ, വെങ്കിട ചെല്ലയ്യ, പ്രേം ബിഹാരി നാരായണൻ. കണ്ടോ? എവിടെ കണ്ടോ ആ ഒരു പിംഗലി വെങ്കയ്യ, വെങ്കിട ചെല്ലയ്യ അല്ലെ? അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് 1-2 തവണ വെറുതെ വായിച്ചു പോയ ഒരാൾക്കാണെങ്കിൽ അവിടെ കൺഫ്യൂഷൻ വരും. പക്ഷെ നമുക്ക് വരുമോ? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുമല്ലേ? കറക്റ്റ് ആയിട്ട് ഓരോന്നും എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നല്ല വൃത്തിയായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്തിട്ടേ നമ്മൾ പോകുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ആൻസർ ചെയ്യും? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണെന്ന് ആൻസർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേശീയ പതാകയെ പറ്റിയിട്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങ് പഠിച്ചിട്ട് പോവാം. നോക്കൂ. ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യാണ്. ഇനി അടുത്തൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ്? എടാ, നീളവും വീതിയുമാണ് ചോദിക്കുന്നതെങ്കിൽ നീളവും വീതിയുമാണ്. നായിക്കകത്തൊരു 3 കിടപ്പില്ലേ? അപ്പൊ 3:2 ആണെന്ന് ആൻസർ പറയുക. നീളം, ഇതാണ് നീളം. ഓക്കെ, ഇതാണ് വീതി. ഓക്കെ, അപ്പം നീളം എന്ന് പറയുന്നത് 3x ആണ്, വീതി എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 3:2 ആണ് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. എന്നാൽ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം. വീതി നീളം എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇപ്പുറത്ത് കിടക്കുകയാണ്, അപ്പൊ 3 ഇപ്പുറത്താണെന്ന് മനസ്സിലാക്കിയിട്ട് 2:3 എന്ന് ആൻസർ പറയുക. മനസ്സിലായോ? നീളവും വീതിയും തമ്മിലുള്ളതാണെങ്കിൽ 3:2, വീതിയും നീളവും തമ്മിലുള്ളതാണെങ്കിൽ 2:3 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ തെറ്റിക്കത്തില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ദേശീയ പതാക നിർമ്മിക്കുന്നത് എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടും ഖാദി തുണിയിലാണ്. സർക്കാർ ഓഫീസുകളിലായിക്കോട്ടെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയിക്കോട്ടെ അവിടെ
പ്ലാസ്റ്റിക്കിന്റെ ആണോ ഇട്ടേക്കുന്നത്? അല്ല, അവിടെ ഖാദി തുണി, കോട്ടൺ തുണിയല്ല കേട്ടോ, ഖാദി തുണി യൂസ് ചെയ്തുകൊണ്ടാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ദേശീയ പതാക നിർമ്മിക്കാനുള്ള അധികാരം ഒന്നും കൊടുത്തിട്ടില്ല. ആകെ നമ്മുടെ ഇന്ത്യയില് ദേശീയ പതാക നിർമ്മിക്കുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്, അത് കർണാടകയിലാണ്. കർണാടകയിൽ പോയാൽ പോരാ, അവിടെ ഹൂബ്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോണം. ഹുബ്ലിയിൽ പോയിട്ട് എന്ത് തിരക്കണം? ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എവിടെയാണെന്ന് തിരക്കണം. അപ്പോ അവിടെ പോയാൽ നമുക്ക് എന്ത് കാണാം? ദേശീയ പതാക നിർമ്മിക്കുന്നത് കാണാം. അപ്പോ ദേശീയ പതാക നിർമ്മിക്കാൻ ഇന്ത്യയിലെ അധികാരമുള്ള ഏക പതാക നിർമ്മാണശാല ഏതാണ്? അത് കർണാടകയിലെ ഹൂബ്ലിയിലുള്ള ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. എന്താണ്? ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ത്രിവർണ പതാകയുടെ ധർമ്മചക്രം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ എവിടെ പോകരുത്? കർണാടകയിലോട്ട് പോകരുത്, അങ്ങ് ഉത്തർപ്രദേശിലോട്ട്, യുപിയിലേക്ക് പോവുക. യുപിയിൽ സാരാനാഥിൽ ചെന്നിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു അശോക സ്തംഭമുണ്ട്. അതിനകത്ത് എന്തുണ്ട്? നമ്മുടെ അശോക ചക്രം ഇങ്ങനെ കാണാം. ഓക്കെ, ആ അശോക ചക്രമാണ് നമ്മൾ എങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത്? നമ്മുടെ ദേശീയ പതാകയിലേക്ക് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ത്രിവർണ പതാകയുടെ ധർമ്മചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണെന്ന് പറയണം. ഇനി PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. വിദേശ രാജ്യത്ത് പോയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? അത് വേറെ ആരുമല്ല, മാഡം ഭിക്കാജി കാമയാണ്. ആരാണ്? മാഡം ഭിക്കാജി കാമ. ഏത് വർഷമായിരുന്നു? 1907 കേട്ടോ. 1907 ഏത് വിദേശ രാജ്യത്ത് പോയിട്ടാണ് ഉയർത്തിയത്? അത് ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ്. എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ പോയിട്ടാണ് മാഡം ഭിക്കാജി കാമ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. അപ്പൊ ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം പറയും. വിദേശ രാജ്യത്ത് ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. അശോക ചക്രം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്താണ്? 3:2 ആണ്. ഇവിടെ നിർമ്മാണശാല, ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാല എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലിയിലെ അല്ലെ ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ആരാണ് രൂപകൽപ്പന ചെയ്തത്? പിംഗലി വെങ്കയ്യാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ, ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നമ്മൾ NHRC എന്ന് വിളിക്കും, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെ. അപ്പൊ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരെന്നാണ് PSC നമ്മളോട് ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. രാഷ്ട്രപതിയാണോ, ഉപരാഷ്ട്രപതിയാണോ, പ്രധാനമന്ത്രിയാണോ, അതോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ അവരെ നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയുന്നത്? ഒന്ന് പറഞ്ഞേ. അത് വേറെ ഒന്നുമല്ല, അത് രാഷ്ട്രപതിയാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണെന്ന് പറഞ്ഞേ? അത് രാഷ്ട്രപതിയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് ഓട്ടിച്ചൊന്ന് പഠിച്ചാലോ? നോക്കൂ, NHRC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് സ്ഥാപനമാണ്, അത് ഭരണഘടനാ സ്ഥാപനമാണോ, നിയമപരമായ സ്ഥാപനമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? ഇത് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ച ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് വിളിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായ സ്ഥാപനം. ഇത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് നിലവിൽ വന്നത്. നിയമം ആദ്യമേ ഒരു ഓർഡിനൻസ് ആയിട്ടായിരുന്നു വന്നത് അല്ലെ. 1993 സെപ്റ്റംബർ മാസം 28-ാം തീയതി അതൊരു ഓർഡിനൻസ് ആയിട്ട് വരുന്നു. അതിനുശേഷം അത് 1994 അത് പാസ്സാക്കിയെങ്കിൽ പോലും അതിനകത്ത് നിയമം നിലവിൽ വന്ന ഡേറ്റ് ആയിട്ട് കൊടുത്തിരുന്നത് ഏത് ഡേറ്റ് ആയിരുന്നു? നമ്മളെ ഓർഡിനൻസ് വന്ന 1993 സെപ്റ്റംബർ 28 എന്നുള്ള ഡേറ്റ് ആയിരുന്നു. കാരണം എന്താണ്? സെപ്റ്റംബറിൽ ഓർഡിനൻസ് വന്നു കഴിഞ്ഞ് തൊട്ടടുത്ത മാസം ഒക്ടോബർ മാസം 12-ാം തീയതി എന്ത് സ്ഥാപിച്ചു? നമ്മുടെ NHRC സ്ഥാപിച്ചു അല്ലെ. NHRC സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ അതിന് ഒരു നിയമ സാധുത കൊടുക്കണമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിയമം നിലവിൽ വന്ന ഡേറ്റ് ആയിട്ട് ഓർഡിനൻസ് നിലവിൽ വന്ന ഡേറ്റ് തന്നെ കൊടുക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
NHRC ആണ്, അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. മനസ്സിലായോ? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ. മക്കളെ ശ്രദ്ധിച്ച് വേണം ഇതിന് ഉത്തരം കൊടുക്കാൻ. ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ചാടിക്കേറി ആൻസർ ചെയ്യരുത്. അവിടെ മനുഷ്യാവകാശമാണോ മൗലികാവകാശമാണോ ചോദിച്ചിരിക്കുന്നത് എന്ന് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ആൻസറിലേക്ക് പോകാവുള്ളൂ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ മാത്രമേ NHRC എന്നുള്ള ഉത്തരം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ ആരെന്നാണെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും പോയി NHRCയുടെ പേര് പറയരുത്. പകരം പറയേണ്ട പേര് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. എന്താണ് അത്? സുപ്രീം കോടതിയാണ്. മനസ്സിലായോ? അപ്പൊ സുപ്രീം കോടതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ അവിടെ നിന്ന് എന്നെ ഓർക്കുമെന്ന് വിചാരിക്കുന്നില്ല. പകരം ഈ പറഞ്ഞ കൺഫ്യൂസിംഗ് ഫാക്ട് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ നോക്കൂ, നമ്മളോട് ചോദിച്ച ചോദ്യം ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ള അവരെ നിയമിക്കുന്നത് ആരെന്നായിരുന്നു ചോദിച്ചത് അല്ലെ? അപ്പൊ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്, നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അവരുടെ കാലാവധി നമുക്കറിയാം, 3 വർഷം അല്ലെങ്കിൽ എന്താണ് 70 വയസ്സാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി നോക്കാം. നോക്കൂ, വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അതായത് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണെന്ന് പറയുന്നു വിവരാവകാശ കമ്മീഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറയുന്നു? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറയുന്നു. മൂന്നാമതായിട്ട് എന്ത് പറയുന്നു? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇവിടെ വിവരാവകാശ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ചോദ്യം. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് രൂപീകരിച്ചതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? യെസ്, ശരിയാണ്. 2005 RTI ആക്ട് പ്രകാരമാണ് അത് രൂപീകരിക്കുന്നത്. രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നാണ്. ഓക്കെ, രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞാല് അതും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സെന്നാണ് പറയുന്നത്. 70 വയസ്സാണോ? അല്ല. സോ അത് തെറ്റാണ്. അപ്പൊ നമ്മളുടെ ഉത്തരം എന്താ വരുന്നത്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. ഇനി ഈ ടോപ്പിക്ക് പഠിക്കാത്തവർ ഇതോർത്ത് വിഷമിക്കാൻ ഒന്നും വേണ്ട. നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന RTI ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ നമ്മൾ പറയും സെക്ഷൻ 12 ആണ്. എപ്പോഴാ പറയേണ്ടത്? അവിടെ കേന്ദ്രം എന്നുള്ള വാക്കാണെങ്കിൽ മാത്രമേ സെക്ഷൻ 12 പറയാവുള്ളൂ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം സെക്ഷൻ 12 ആണ്. ആര് രൂപീകരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്? രാഷ്ട്രപതി രൂപീകരിക്കണമെന്നാണോ? അല്ല, കേന്ദ്ര സർക്കാർ രൂപീകരിക്കണമെന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യാ? ഈ ഒരു ആക്ട് പ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ടാകണം? അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാകണം. ഓക്കെ, 1+10 ആണ്. ഓക്കെ, 10-നകത്ത് കൂടുതലാകാൻ പാടില്ല. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. കുറെ പേര് കൊണ്ടുപോയി തെറ്റിച്ചൊക്കെ പഠിക്കാറുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അതായത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത, മക്കളെ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കൂടാത്ത എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10-ൽ കൂടാത്ത എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് 10-ലും മുകളിലാകാൻ പാടില്ല, 11, 12 ആവാൻ പാടില്ല. 10 മാക്സിമം പോയാൽ 10. അതാണ് നമ്മൾ 10-ൽ കൂടാത്ത എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 10-ൽ കവിയാത്ത എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിം മീനിങ് ആണ് അല്ലെ? 10-ൽ കവിയാൻ പാടില്ല, അതായത് 11 ആവാൻ പാടില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ നിയമത്തിൽ പറയുന്ന അത്. അതായത് 10-ൽ കവിയാൻ പാടില്ല, 10-ൽ കൂടുതലാകാൻ പറ്റില്ല, മാക്സിമം 10 ആകാം എന്ന് പറഞ്ഞ് 10 തന്നെ വേണോന്നല്ല പറയുന്നത്. 10 ആകാം, 9 ആകാം, 8 ആകാം, 5 ആകാം, 6 ആകാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ 10-ൽ കവിയാൻ പാടില്ല എന്ന കണ്ടീഷൻ മാത്രമേ
എവിടെ പറയുന്നുള്ളൂ? നിയമത്തിൽ പറയുന്നുള്ളൂ. അപ്പൊ കഴിഞ്ഞ തവണ PSC ഒരു ചോദ്യം ചോദിച്ചു, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കുറയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകണം. നമ്മൾ ഓർക്കാതെ പെട്ടെന്ന് പോയി അത് ശരിയാണെന്ന് ആൻസർ പറഞ്ഞു വെക്കും. പക്ഷെ അവിടെ കുറയാത്ത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 10ൽ കുറയാൻ പാടില്ല. അതായത് 10ന് മുകളിലോട്ടുള്ള ഏത് സംഖ്യ വേണമെങ്കിലും ആകാം, എന്നാൽ 10ൽ കുറയാൻ പാടില്ല എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. കുറയാത്ത എന്ന വാക്ക് വന്നാലേ വരുന്നത്. അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി കുറയാത്ത എന്ന വാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടുപിടിച്ചോണം, അത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നതാണെന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതിയാണ് ശുപാർശ ചെയ്യുന്നതിനകത്ത് ശുപാർശ കമ്മിറ്റിയിൽ RTI. ഓക്കെ, 3 RTI 3 ലെറ്റർ അല്ലേ? അപ്പൊ 3 പേരടങ്ങുന്ന, അല്ലെങ്കിൽ വിവരം 3 അക്ഷരമല്ലേ? അപ്പൊ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണെന്ന് ചുമ്മാ ഓർത്തിരിക്കുക. കാരണം നമ്മള് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒക്കെ പഠിക്കുമ്പോഴും അവിടെ 6-4 ശുപാർശ കമ്മിറ്റിയിൽ 6-4 പേരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സോ അവിടെ നമുക്ക് ഫുള്ളി കൺഫ്യൂഷൻ വരും. ഇവിടെ 5 പേരുണ്ടായിരുന്നോ 4 പേരുണ്ടായിരുന്നോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ശുപാർശ കമ്മിറ്റി അഥവാ റെക്കമെൻഡേഷൻ കമ്മിറ്റി ചോദിക്കുകയാണെങ്കിൽ വിവരം RTI 3 അക്ഷരമാണ്. സോ 3 പേരാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. പിന്നെ വേറെ ആരുണ്ട്? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടാകും. ഓക്കെ, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടാകും. പിന്നെ 2005 വിവരാവകാശ നിയമപ്രകാരം 5 വർഷമായിരുന്നു കാലാവധി. പിന്നീട് എന്താക്കി? പിന്നീട് അത് ഭേദഗതി ചെയ്തു. 2019 RTI ആക്ട് ഭേദഗതി ചെയ്തിട്ട് 5 വർഷം എന്നുള്ള കാലാവധി വെട്ടിമാറ്റി പകരം എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്ന വാക്ക് അവിടെ കൂട്ടിച്ചേർത്തു. അത് പ്രകാരം നമ്മുടെ കേന്ദ്ര സർക്കാർ ഓർഡർ ഇറക്കി. എന്താണ്? നിലവിൽ വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. അപ്പൊ വേണമെങ്കിൽ ഇനി അടുത്തൊരു തവണത്തേക്ക് എന്ത് ചെയ്യാം? 3 വർഷം എന്നുള്ളത് 4 വർഷമാക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്. കാരണം നിയമം തന്നെ ഭേദഗതി ചെയ്തല്ലോ. നിയമത്തിനകത്ത് 5 വർഷം എന്ന് എഴുതിയിരുന്നത് വെട്ടിമാറ്റിയിട്ടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാക്കി മാറ്റിയത്. സോ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഓർഡർ ഇറക്കിക്കൊണ്ട് 3 വർഷമോ 5 വർഷമോ 10 വർഷമോ എത്ര വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷെ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി വിരമിക്കൽ പ്രായം കൂടി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. 65 വയസ്സാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്? 70 വയസ്സാണ് വിരമിക്കൽ പ്രായം എന്നായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷെ അതെന്താണ്? അത് തെറ്റാണ് അല്ലെ? നമ്മൾ വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അവിടെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധിയാണ് ചോദിക്കുന്നതെങ്കിലാണ് നമ്മൾ എന്ത് പറയേണ്ടത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പൊ മറന്നു പോകരുത്, വിവരാവകാശ കമ്മീഷന്റെ കേസിൽ 65 വയസ്സും മനുഷ്യാവകാശ കമ്മീഷന്റെ കേസിലാണ് എന്ത് വരുന്നത്? 70 വയസ്സും വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി ഇങ്ങനെ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പഠിച്ച സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നാലേ ഇനി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുമല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ. എന്താണ് ചോദ്യം? ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? അത് ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലിൽ നിന്നാണ് എന്ത് എടുത്തിട്ടുള്ളത്? നമ്മുടെ ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ദേശീയ ഗീതം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എവിടെ നിന്നാണ്? അത് ആനന്ദമഠം എന്ന് പറയുന്ന ആ ഒരു നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അതായത് ഈ ദേശീയ ഗീതം രചിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ് രചിച്ചത്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ദേശീയ ഗീതം രചിക്കുന്നത് അല്ലെ. സംഗീതം നൽകിയത് ആരായിരുന്നു? ജദുനാഥ് ഭട്ടാചാര്യ ആയിരുന്നു. രാഗം ഏത് രാഗമായിരുന്നു? ദേശരാഗമായിരുന്നു. ഇനി എന്നാണ് അംഗീകരിച്ചതെന്ന് ചോദിക്കാറുണ്ട്. 1950 ജനുവരി മാസം 24-നാണ് എന്ത് ചെയ്യുന്നത്? ഇത് അംഗീകരിക്കുന്നത്. അപ്പൊ നോവലിന്റെ പേര് മറന്നു പോകരുത്, ആനന്ദമഠം. ഈ ആനന്ദമഠം
എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവലായിരുന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു? സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവലായിരുന്നു ഏത്? ആനന്ദമഠം എന്ന് പറയുന്നത്. അപ്പം ഇത് ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട വസ്തുതകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത PSC ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ മൗലിക അവകാശം തന്നെയാണ്. എപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ: ആശയപ്രകടനത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, സ്വത്തവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ അവിടെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ എന്തിലേക്ക് പോകാൻ സാധിക്കും? ഉത്തരത്തിലേക്ക് പോകാൻ സാധിക്കും. എന്താണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്? അവിടെ ഓർത്ത് വെച്ചിരിക്കുക, അവിടെ ആൻസർ ആയിട്ട് വരുന്നത് സ്വത്തവകാശമാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം എന്തായിരുന്നു? മൗലികാവകാശമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നിയമാവകാശമാണ്. ഭേദഗതി, ഏത് ഭേദഗതി? 1978 44 ഭേദഗതി. 1978 44 ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ, ഈ മൗലികാവകാശത്തിന്റെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തിനെ എടുത്ത് പുറത്ത് കളയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്ന സ്വത്തവകാശത്തെ ആർട്ടിക്കിൾ 300A മാറ്റുന്നു. 31 മൗലികാവകാശമായിരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നത്? സ്വത്തവകാശം ഉണ്ടായിരുന്നത്. അത് 300A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിളിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അവിടെ തുടക്കത്തിൽ ഏത് ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്? തുടക്കത്തിൽ നമുക്കറിയാം മൗലികാവകാശങ്ങൾ ഉൾപ്പെട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് 3ാമത്തെ ഭാഗമാണ്. എന്നാൽ ഇതിനെ നിയമാവകാശമാക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? 12ാമത്തെ ഭാഗത്ത് കൊണ്ട് ഇടുകയുണ്ടായി. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്, മൗലിക അവകാശമല്ല. മൗലിക അവകാശത്തിനകത്ത് വരുന്ന കാര്യമാണ് ഏത്? 6 മൗലിക സ്വാതന്ത്ര്യം. അതിന്റെ ആർട്ടിക്കിൾ ഏതെന്ന് നിങ്ങൾക്ക് പറയാം. 19 ആണോ, 24 ആണോ, 51 ആണോ, 36 ആണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് അറിയാം. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്നും ഇളവ് ലഭിക്കുന്ന പദവി ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിച്ചാൽ നമുക്കറിയാം അത് 19ാമത്തെ അനുച്ഛേദമാണ്. 19ാമത്തെ അനുച്ഛേദത്തിൽ എന്ത് പറയുന്നു? 6 മൗലിക സ്വാതന്ത്ര്യം എന്തൊക്കെയായിരുന്നു? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. അഭിപ്രായം പറയാൻ എവിടെ പോകുന്നു? സമ്മേളനത്തിൽ പോകുന്നു. അപ്പൊ സമ്മേളന സ്വാതന്ത്ര്യമുണ്ട്. സമ്മേളനത്തിൽ ചെന്നപ്പോൾ സംഘടന രൂപീകരിക്കുന്നു, അതായത് സംഘടനാ സ്വാതന്ത്ര്യം അല്ലെ. എന്നിട്ട് സഞ്ചാരത്തിന് പോകുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം. അവിടെ പാർപ്പിടം ഉണ്ടാക്കുന്നു, പാർപ്പിട സ്വാതന്ത്ര്യം. അവിടെ നിന്ന് തൊഴിൽ ചെയ്യുന്നു, അപ്പൊ തൊഴില് വ്യാപാരം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഈ 6 സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 14, രണ്ടാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 14 നിന്നും ഇളവ് ലഭിക്കുന്ന പദവികൾ ഏതൊക്കെയെന്നാണ്. ആർട്ടിക്കിൾ 14 എന്തായിരുന്നു? നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമ പരിരക്ഷ എന്ന് പറയുമ്പോൾ പോലും ആർട്ടിക്കിൾ 361 പോയി നോക്കിയാൽ മനസ്സിലാകും, പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാർക്കെതിരായിട്ടോ എന്ത് ചെയ്യാൻ പാടില്ല? യാതൊരു ക്രിമിനൽ നടപടികളും എടുക്കാൻ പാടില്ല എന്ന് എവിടെ പറയുന്നു? ആർട്ടിക്കിൾ 361 പറയുന്നു. സോ ആർട്ടിക്കിൾ 14 നിന്നും ഇളവ് ലഭിക്കുന്ന ഒരു പദവി രാഷ്ട്രപതിയും മറ്റൊന്നെന്താണ്? സംസ്ഥാന ഗവർണർ പദവിയാണ്. ഇവിടെ ഓപ്ഷനിൽ ഗവർണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ സിയിലേക്ക് പോയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, NHRCയില് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രപതി നിയമിക്കുന്നു. ഓക്കെ, അതിനുശേഷം അവരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശുപാർശ കമ്മിറ്റി ഉണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ അവർക്കൊരു വലിയ ടേബിൾ ഒക്കെ ഇട്ട് കൊടുക്കും അല്ലെ. അവിടെ മൂന്ന് പേര് വെച്ചിരിപ്പോണ്ട്. അതിൽ ഇവിടെ ഇരിക്കുന്നത് ആരാണ്? ഇതിന്റെ തലവൻ, ചെയർമാൻ ആണ്. ആരാണ് ചെയർമാൻ? അത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ഓപ്പോസിറ്റ് ആരുണ്ട്?
കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട്. ലോക്സഭയിൽ നിന്ന് രണ്ടുപേര്, ലോക്സഭയുടെ സ്പീക്കറും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും. രാജ്യസഭയിൽ നിന്ന് രണ്ടുപേര്, രാജ്യസഭയിലെ ഉപാധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും. ഇവർ ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് NHRCയിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ശുപാർശ കമ്മിറ്റിയിൽ ആ ചെയർമാൻ എന്ന് പറയുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇനി അടുത്ത നോക്കിക്കേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മെമ്പർമാരെയും കാലാവധിയാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയും. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് അല്ലെ. വിവരാവകാശം ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് ഓടിപ്പോയി രാഷ്ട്രപതിയാണെന്ന് പറയരുത്. അത് കേന്ദ്ര സർക്കാരിനാണ് എന്ത് ചെയ്യുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അടുത്ത് നോക്കൂ, സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു എന്നാണ് ചോദ്യം. ഏത് സ്ഥാപനത്തിന്റെ ആയിരുന്നു? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു. ഓക്കെ, ഇപ്പോൾ അതെന്താണ്? മാനവ് അധികാർ ഭവൻ എന്നാണ് ഇപ്പോൾ അതിന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്. മാനവ് അധികാർ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. മുമ്പ് അതിന്റെ ആസ്ഥാനം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ എന്നായിരുന്നു. ആ പേര് മാറ്റിയിട്ടാണ് മാനവ് അധികാർ ഭവൻ എന്നാക്കി മാറ്റുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമപരിരക്ഷയും അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 14 അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 14 എന്തായാലും നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ഇനി ഇതാ നോക്കൂ, മൗലിക കടമ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്നാണ് ചോദ്യം. സോരൻ സിംഗ് കമ്മിറ്റി, കോത്താരി കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. നമ്മൾ പല ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന കമ്മിറ്റികളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തി നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് വീണു പോകത്തില്ല അല്ലെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദ്യം. 51A, 21A, 371A, 243A. എന്താണെന്ന് നിങ്ങൾക്ക് ആൻസർ അറിയാം. മൗലിക കടമകളെ പറ്റി ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ അത് സോരൻ സിംഗ് കമ്മിറ്റിയാണ്, സർദാർ സോരൻ സിംഗ് കമ്മിറ്റി അല്ലെ. അപ്പൊ മൗലിക കടമ തുടക്കത്തിൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുകയാണ്? മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുകയാണ് അല്ലെ. 42ാം ഭേദഗതിയിലൂടെ 1976 42ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുകയാണ്? ആ മൗലിക കടമ നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കേട്ടോ. സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. 42ാം ഭേദഗതിയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഏത് ഭാഗമാണ്? ഒരു ഭാഗം കൂട്ടിച്ചേർത്തു, ആ ഭാഗത്തിൽ ഒരു ആർട്ടിക്കിളും കൂട്ടിച്ചേർത്തു. 4A എന്ന് പറയുന്ന ഒരു ഭാഗത്ത് 51A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തിട്ട് അതിനകത്ത് ഒരു 11 മൗലിക കടമകള് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കൂ. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് എന്നാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ത്രിവർണ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം ഇതെല്ലാം അംഗീകരിച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1947 ജൂലൈ മാസം 22ാം തീയതിയാണ്. നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് 1947 ജൂലൈ 22 ആരായിരുന്നു അത് ഡിസൈഡ് ചെയ്തത്? അതിന്റെ ശില്പി ആരായിരുന്നു? അത് പിംഗലി വെങ്കയ്യാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു എന്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനം പണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. 1948 ഡിസംബർ 10 ആയിരുന്നു അല്ലെ. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ 10 എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. സോ ആൻസർ എന്താണ്? ഡിസംബർ 10 ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഈ ഒരു മൊഡ്യൂള്, ഈ 10 മാർക്കിനുള്ള ഈ ഒരു മൊഡ്യൂളിൽ നിന്നും എങ്ങനെയാണ് കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല നമുക്ക് ആൻസർ ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. നമ്മൾ വ്യക്തമായി പഠിച്ചാൽ മാത്രം മതി. നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം പ്രയോജനപ്പെടുത്തുക, നല്ലപോലെ വൃത്തിയായിട്ട് പഠിക്കുക. ശേഷം ഒരു റിവിഷൻ കൂടി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇങ്ങനെ ചോദ്യങ്ങളെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു മൊഡ്യൂൾ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഫെബ്രുവരി 12-ാം തീയതി ഒരു സ്പെഷ്യൽ ബാച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഫെബ്രുവരി 12-ന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. ഇനി അടുത്തൊരു ബാച്ച് എപ്പോഴെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം, അതിനുള്ള റിപ്ലൈ കിട്ടും. നമുക്ക് എന്തായാലും ഏത് എക്സാം അടുപ്പിച്ച് ഒരു 2-3 മാസം മുമ്പായിട്ട് നമ്മുടെ ബാച്ചസ് ഉണ്ടാകും. അതെല്ലാ മാസവും കാണത്തില്ല, ചില മാസങ്ങളിൽ മാത്രമേ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് കാണത്തുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് +2 ലെവൽ എക്സാം ആണ്, 10th ലെവൽ എക്സാം ആണ്, ഡിഗ്രി ലെവൽ എക്സാം ആണ്, നിങ്ങൾക്ക് തയ്യാറെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന്റെ സ്പെഷ്യൽ ബാച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. സോ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് 2026-ലെ പരീക്ഷകൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം, നല്ലതുപോലെ എഴുതണം, നല്ല ഒരു ജോലി നേടിയെടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ அந்த കാര്യങ്ങളെല്ലാം ചെയ്യുക, നല്ലപോലെ പഠിക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.